ഇന്ന് നമ്മൾ ഈ മുരിങ്ങയ്ക്കയുടെ തോരൻ ഉണ്ടാക്കാനാണ്. അപ്പം ഇങ്ങനെ മുരിങ്ങയ്ക്കയുടെ എടുത്ത് നമ്മളിങ്ങനെ ചിരകുകയാണ്. നടുവേ കീറിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ചിരകും. അത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ മുരിങ്ങയ്ക്ക ചീകി എടുത്തിട്ടുണ്ട്. നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അടുപ്പിലാണ്, നല്ല തീയുണ്ട്. മൺചട്ടിയിലോട്ട് എണ്ണ ഒഴിക്കുക. അങ്ങനെ നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് പൊട്ടിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി. സൂപ്പറായിട്ട് കടുക് പൊട്ടിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ടു. ഉള്ളി ഒക്കെ എല്ലാം ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി, സവാള വരവില്ല. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് പച്ചമുളക് ഇടുക. പച്ചമുളക് ആദ്യമേ ഇടണ്ടായിരുന്നു, ഞങ്ങളത് വിട്ടുപോയി. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഇട്ടത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇളക്കുക. ഇനി നമ്മൾ ചിരകി വെച്ച മുരിങ്ങയുടെ അകത്തെ ആ പഴുപ്പ് അതിലോട്ടിടുക. അങ്ങനെ നമ്മൾ എല്ലാം കൂടെ ഇളക്കി വെക്കുകയാണ്. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പീരയോടെ ചേർക്കുക. അങ്ങനെ തേങ്ങാപ്പീരയും ചേർത്തിട്ടുണ്ട്. ലാസ്റ്റിൽ ഉപ്പൂടെ ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി വെച്ചിട്ട് അടച്ച് വെച്ച് വേകുക ചെറിയ തീയിൽ. നമ്മൾ അടച്ച് വെക്കാൻ പോവാണ്. ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ആവിയിലിരുന്ന് വേകട്ടെ. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്കയുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് മുരിങ്ങയ്ക്കയുടെ തോരൻ.